ആഗോള മഹാമാരികൾ 23-ാം ഭാഗം കോവിഡ്-19 രോഗവർധന 2020 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഇന്ത്യയിൽ പൊതുവെയും കേരളത്തിലും രോഗം കുത്തനെ വർദ്ധിച്ചു. അക്കാലത്ത് ദിവസേനയുള്ള കോവിഡ് രോഗവർധനാ നിരക്ക് ലോകത്തിൽ ഏറ്റവും കൂടുതലുണ്ടായത് ഇന്ത്യയിലായിരുന്നു. രോഗികളുടെ എണ്ണം കൂടുതലുണ്ടായിരുന്നത് അമേരിക്കയിലായിരുന്നു. രണ്ടാമത് ഇന്ത്യയിലും. മരണം അമേരിക്കയും ബ്രസീലും കഴിഞ്ഞാൽ ഇന്ത്യ 3-ാം സ്ഥാനത്തും. സെപ്റ്റംബർ ഒടുവിൽ ലോകമാസകലമുള്ള ആകെ മരണം 10 ലക്ഷത്തിലധികമായി. പല രാജ്യങ്ങളിലും സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തി. ആയിടയ്ക്ക് ലോക്ക്ഡൗണിനെതിരായി ലണ്ടനിലും മാഡ്രിഡിലും പ്രതിഷേധമുണ്ടായി. സെപ്റ്റംബറിൽ ഇറ്റലിയിൽ കോവിഡിൻ്റെ 2ാം ഘട്ട വ്യാപനമുണ്ടായി. ഒക്ടോബറിൽ അമേരിക്കയിൽ കടുത്ത 3-ാം ഘട്ട വ്യാപനവും. ഒക്ടോബർ അവസാനമായപ്പോൾ ഇന്ത്യയിൽ രോഗവ്യാപനം ചെറിയ തോതിൽ കുറയാനും തുടങ്ങി. കോവിഡും ശുചിത്വവും. മോശമായ ശുചിത്വവും ജലദൗർലഭ്യവുമുള്ള രാജ്യങ്ങളിൽ കോവിഡ് മരണനിരക്ക് സമ്പന്ന രാജ്യങ്ങളിലേക്കാൾ തീരെ കുറവാണെന്ന് CSIR-ൽ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. കോവിഡ്-19-നെതിരായി മൈക്രോബയോം ചികിത്സാരീതിയുടെ സാധ്യതകൾ റിസർച്ച് ചെയ്യപ്പെടേണ്ടതാണെന്ന് CSIR ഡയറക്ടർ ഡോക്ടർ ശേഖർ മെൻഡെ അഭിപ്രായപ്പെട്ടു. മൈക്രോബയോം ചികിത്സയുടെ പരീക്ഷണങ്ങൾ വളരെ പ്രാരംഭ ദശയിലാണപ്പോൾ. വികസിത രാജ്യങ്ങളിൽ ജീവിതശൈലി രോഗങ്ങളും വൃദ്ധജനങ്ങളുടെ എണ്ണവും ഓട്ടോഇമ്മ്യൂൺ രോഗങ്ങളും കൂടുതലാണ്. ഇവയെല്ലാം കോവിഡ് മരണനിരക്ക് വർദ്ധിപ്പിക്കുന്ന കാരണങ്ങളാണല്ലോ. തടിയന്മാർ. CFDC അല്ലെങ്കിൽ സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ അറ്റ്ലാന്റയുടെ നിരീക്ഷണത്തിൽ തടിയന്മാർക്ക് കോവിഡ്-19 സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞിരുന്നു. അവർക്ക് രോഗം പെട്ടെന്ന് ഗുരുതരമാവുമെന്നും. ഇന്ത്യക്കാരുടെ തടിയുടെ മാനദണ്ഡം യൂറോപ്പ് അമേരിക്കക്കാരേക്കാൾ കുറഞ്ഞ തൂക്കമാണ്. കാരണം നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് താരതമ്യേന കൂടുതലാണ്. തന്മൂലം സൈറ്റോകൈനിൻ്റെ അളവ് കൂടുതലാകും. ഇത് ആന്തരിക അവയവങ്ങളെ വേഗത്തിൽ ശോഷിപ്പിക്കും. തന്മൂലം വൃക്ക തകരാറുകൾ വേഗത്തിലുണ്ടാകും. അതുകൊണ്ട് നമ്മുടെ ചെറിയ തടിയന്മാർ പോലും സൂക്ഷിക്കണം. 2ാം വരവ് 3-ാം വരവ്. 2020 ഒക്ടോബർ അവസാനമായപ്പോൾ, അതായത് ഒക്ടോബർ 26-ാം തീയതി ഉള്ള കോവിഡ് കണക്ക് നോക്കാം. ലോകമാസകലം രോഗം ബാധിച്ചവർ 4,30,70,315. ലോകമാസകലം രോഗമുക്തരായവർ 3,17,44,000. ലോകമാസവരം മരണപ്പെട്ടവർ 11,56,366. അമേരിക്കയും ഇന്ത്യയും ബ്രസീലുമാണ് മുമ്പിൽ. രോഗികളുടെ എണ്ണം. അമേരിക്ക രോഗികൾ 8,08,35,252. ഇന്ത്യയിലെ രോഗികൾ 7,08,73,664. ബ്രസീൽ രോഗികളുടെ എണ്ണം 5,03,80,000. രോഗമുക്തർ. അമേരിക്ക 5,74,000. ഇന്ത്യ 7,87,000. ബ്രസീൽ 4,08,00,000 ചില്ലുവാനും. മരണം. അമേരിക്കയിലെ 2,30,000. ഇന്ത്യയിലെ 1,18,000. ബ്രസീലിലെ 1,56,000. അപ്പോൾ രോഗവ്യാപനം കൂടുതലുള്ള മറ്റ് രാജ്യങ്ങൾ റഷ്യ, സ്പെയിൻ, ഫ്രാൻസ്, അർജന്റീന, മെക്സിക്കോ, കൊളംബിയ, ഇറ്റലി, പെറു എന്നിവ. അമേരിക്കയിൽ രോഗത്തിൻ്റെ 3-ാം വ്യാപനവും രോഗികളുടെ എണ്ണത്തിൽ വർധനയും
രോഗം ഭേദമാകുന്നവരുടെ എണ്ണം കുറവുമായിരുന്നു. ഇന്ത്യയിൽ രോഗമുക്തി നിരക്ക് കൂടുതലും മരണനിരക്ക് താരതമ്യേന കുറവുമായിരുന്നു. ഇതിനുശേഷം നവംബർ ആദ്യവാരത്തിലെ കേന്ദ്ര ആരോഗ്യവകുപ്പിൻ്റെ റിപ്പോർട്ടനുസരിച്ച് കോവിഡ് വ്യാപനം ഏറ്റവും കൂടുതലായ സംസ്ഥാനങ്ങൾ കേരളം, ഡൽഹി, ബംഗാൾ, മണിപ്പൂർ എന്നിവയായിരുന്നു. നേരത്തെ കൂടുതലുണ്ടായിരുന്ന മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, ആന്ധ്ര, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ രോഗവ്യാപനം കുറഞ്ഞു. വാക്സിനുകൾ 2020 നവംബറിൽ പൂനെയിലെ സീറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 40,000 വാക്സിൻ ഡോസുകൾ തയ്യാറായിട്ടുണ്ടെന്ന് കേന്ദ്ര ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഇത് നൽകാനായി അധിക രോഗസാധ്യതയുള്ള 50,000 പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ടെന്നും നവംബർ 15 റിപ്പോർട്ടായിരുന്നു അത്. നവംബർ 24 സീറം ഇൻസ്റ്റിറ്റ്യൂട്ടും ഓക്സ്ഫോർഡിലെ ലാബോറട്ടറിയും ചേർന്ന് വികസിപ്പിച്ച ഈ ആസ്ട്രാസെനെക്ക ഓക്സ്ഫോർഡ് വാക്സിൻ 70% ഫലപ്രദമാണെന്ന് കമ്പനി അധികൃതർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അത് ഡിസംബർ അവസാനമാകുമ്പോൾ വിതരണം ചെയ്യാൻ കഴിയുമെന്ന്. ഇതിനായി കമ്പനി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം തേടുകയും ചെയ്തിരുന്നു. ഇത് പ്രാവർത്തികമായാൽ ഒരു ഡോസിന് 200 മുതൽ 300 രൂപയ്ക്ക് സർക്കാർ സ്ഥാപനങ്ങളിലും 500 മുതൽ 600 രൂപയ്ക്ക് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും നൽകാൻ കഴിയുമെന്ന് കമ്പനി അധികൃതർ പറഞ്ഞിരുന്നു. WHO വുഹാനിൽ 2020 ഡിസംബർ മാസത്തിൽ WHO ഒരു സംഘം വുഹാൻ ലാബിൽ പരിശോധനയ്ക്കെത്തി COVID-19 നിർമ്മിക്കപ്പെട്ടത് വുഹാനിലാണ് എന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ഈ സംഭവവികാസം.